നമ്മൾ നോർമൽ ലാറ്റക്സാ, ഫീൽഡ് ലാറ്റക്സ്. അത് ഈ തോട്ടത്തിലൊക്കെ അതുപോലത്തെ ബാരലുകൾ കൊണ്ട് ഇടും. ആ ബാരൽ കൊണ്ടിട്ടിട്ട് ബാരലിൻ്റെ അകത്ത് അമോണിയായും ഒരു കെമിക്കലൂടെ ചേർത്തിടും, പാല് കട്ടയായി പോകാതിരിക്കാൻ. ആ പാല് നമ്മൾ കൊണ്ടുവന്ന് വെച്ച് ഒരു ദിവസം ഈ ടാങ്കിൻ്റെ അകത്ത് ഒഴിച്ചിടും. ഒരു ദിവസം 24 മണിക്കൂർ കിടക്കും. അന്നേരം അത് കണ്ട അതിൻ്റെ അകത്ത് പാലിൻ്റെ വേസ്റ്റ് പരിപൂർണമായിട്ട് അതിൻ്റെ അകത്ത് അടിയും. അടിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പിറ്റേ ദിവസം നമ്മൾ ആ ടാങ്കിലോട്ട് അത് മാറ്റും. അങ്ങോട്ട് രണ്ടാമത്തെ ടാങ്കിൻ്റെ അകത്തോട്ട് മാറ്റിയത്. ഇവിടെ ഒരു കെമിക്കൽ ഇട്ട് നമ്മൾ, കെമിക്കൽ എന്ന് പറഞ്ഞാൽ അൾജിനേറ്റ് എന്ന് പറയുന്നൊരു കെമിക്കൽ ഇട്ട് അത് മിക്സ് ചെയ്തിടും. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് പാല് 50 മണിക്കൂർ കഴിഞ്ഞ് കഴിയുമ്പം പാല് മുകളിലും വരും, അതിൻ്റെ അകത്ത് ജലാംശം അടിയിലും കിടക്കും. ബാക്കി ഇങ്ങോട്ടുള്ള വെള്ളമായിരിക്കും. അപ്പം 50 മണിക്കൂർ കടന്നു കഴിയുമ്പോഴത്തേക്കിന് പരിപൂർണമായിട്ട് ഇതിൻ്റെ അകത്ത് ജലാംശം മാറും. അപ്പം ഈ വെള്ളം നമ്മൾ ഒഴുകി നമ്മുടെ അതിൻ്റെ അകത്ത് ഒരു ടാങ്കി പിടിച്ചിട്ട് അതിൻ്റെ അകത്ത് ബൂസാസിസ്റ്റി എന്ന് പറഞ്ഞൊരു കെമിക്കലുണ്ട്, അത് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള റബ്ബർ മുഴുവൻ കിട്ടും. പിന്നെ വെറും വെള്ളം നമുക്ക് നമ്മുടെ ഈ തെങ്ങിൻ്റെ ഒട്ടുമൊക്കെ ഒഴിക്കാൻ പറ്റുന്നല്ല, കൃഷിക്ക് നല്ലതാണ്. അത് കഴിഞ്ഞിട്ട് ഈ പാല് നമ്മൾ ഇതുപോലത്തെ ടാങ്കിൻ്റെ അകത്ത് ശേഖരിക്കും. പാല് ഡയറക്റ്റ് ഇതിനകത്ത് ശേഖരിക്കും. ഇതുപോലെ കുട്ടികൾക്ക് അത് ശേഖരിച്ച് വെച്ച് ഇതിൻ്റെ അകത്ത് കെമിക്കൽ ചേർക്കും. അത് സൾഫർ ഉണ്ട്, SLDC, 2 കെമിക്കൽ ഇതിനകത്ത് ചേർക്കും. അത് ചേർത്ത് കഴിഞ്ഞിട്ട് വൈറ്റിംഗ് പൗഡറാണ് ഇത് വെള്ള മാർബിളിന്റെ പൗഡർ. ആ പൗഡർ അരച്ചത് നല്ല ഇതുപോലെയാവും. അതുകൊണ്ട് നമ്മൾ ഈ പാലിനകത്ത് മിക്സ് ചെയ്യും. അതെന്നാന്ന് വെച്ചാൽ ഇത് ചേർക്കുകയാണെന്ന് നമുക്ക് ഈ വില വ്യത്യാസത്തിൽ വരുന്ന സമയത്ത് ഇപ്പം റബ്ബറിന് ഇത്രയും വിലയായത് കാരണം പ്യൂർ നൈലോൺ റബ്ബർ വിറ്റ് പോകണമെന്നുണ്ടെങ്കിൽ അതുപോലെ വിലയ്ക്കേ വിൽക്കാൻ പറ്റും. ഇത് നമ്മൾ ചേർത്ത് കഴിഞ്ഞിട്ട് വില നമുക്ക് കുറച്ച് മാർക്കറ്റിൽ വിൽക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇത് ഉപയോഗിക്കാത്ത സാധനമാണ് നൈലോൺ പാൻറ്. ഇത് ഓർഡിനറി പാൻറ്റാണ് നമ്മളുണ്ടാക്കുന്നത്. നമ്മൾ പ്രധാനമായിട്ട് ചെയ്യുന്ന 2 കളറാണ്, മഞ്ഞയും ചുമലയും. അപ്പം ഈ ടാങ്കിൻ്റെ അകത്ത് മഞ്ഞ, അപ്പുറത്തെ ടാങ്കിൻ്റെ അകത്ത് ചുമല. അത് ലിക്വിഡ് കളറാണ്. അത് ഇതുപോലത്തെ കളറാണ്. ഇതുപോലത്തെ കളറാണ് നമ്മൾ ചേർക്കുന്നത്. ടിപ്പിന്റെ എണ്ണം കൂടി, കനം കുറഞ്ഞെടുത്ത് ടിപ്പിന്റെ എണ്ണം കുറച്ച് അത് ചെയ്യും. അകത്തോട്ട് വിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഊരുന്നത് നമ്മൾ അതുപോലെ ആണി അടിച്ച പട്ടികകളുണ്ട്. അതിലോട്ട് ഇങ്ങനെ ഈ 3 വശം പൊട്ടിച്ചിടും, കറക്റ്റ് ആണിയിലോട്ട് കയറ്റുക. കൊട്ട അങ്ങോട്ട് വെച്ചത് ഇതുപോലെ വെച്ചാൽ രണ്ടാമത്തെയാണ് ഇടുന്നത്.
അടുപ്പിനെ മാത്രം വലിച്ചെടുക്കും ഫാൻ. പിന്നെ ഫാൻ വലിച്ചെടുത്തിട്ട് ഇതിൻ്റെ അടിവഴി നേരെ മുകളിലോട്ട് കയറും. അടിയിൽ അപ്പം നമ്മൾ ഇതിങ്ങനെ ഡോറങ്ങ് അടച്ചത് ചൂട് കാറ്റ് നേരെ മുകളിലോട്ട് കയറി വന്ന് ഈ പൈപ്പിൽ കൂടെ പോയിട്ട് വീണ്ടും റിട്ടേൺ അടുപ്പിൻ്റെ മുകളിലോട്ട് പോകും. പിന്നെ ആ അടുപ്പ് എപ്പോഴും ചൂടായിക്കൊണ്ടിരുന്നോളൂ. ഫാൻ ചുറ്റ് കഴിഞ്ഞിട്ട് അങ്ങ് ക്ലോസ് ചെയ്തു. ചൂട് കൊണ്ട് കൂടെ കയറി വരും, കുടുങ്ങി വെച്ചിട്ടില്ല, കയറി വന്ന് ഈ പൈപ്പ് കൂടെ വീണ്ടും അങ്ങോട്ട് പോകും. വേനൽക്കാലത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് വെയിൽ കിട്ടാൻ മഴ സമയമാകുമ്പോഴത്തേക്കും നമ്മൾ ഇതാ ഉപയോഗിക്കും. ഒത്തിരി വലിപ്പമുള്ള ഏകദേശം ഒരു 3 ഇഞ്ച് കനമുള്ള ഒരു ഇരുമ്പ് തകിട്. ആ തകിടയിലോട്ട് ഈ ചൂട് അടിക്കുന്നത്. ആ തകിടിൻ്റെ പുറകുവശത്താണ് ഈ ഫാൻ വെച്ചേക്കുന്നത്. ഫാനിൻ്റെ മൗത്ത് നേരെ ഈ തകിടിൻ്റെ പുറകുവശത്ത് വരും. അപ്പോൾ ആ ഫാൻ കാറ്റ് വലിക്കുന്നത് ആ തകിടേ എന്നുള്ള ചൂടാണ് വലിക്കുന്നത്. തകിട് അത് മൊത്തത്തിൽ ആ ഒരൊറ്റ യൂണിറ്റായിട്ട് ഇത് ഒരു പൈപ്പിൻ്റെ വലിയൊരു യൂണിറ്റായിട്ട് ഇതെല്ലാം ഫുൾ ഇരുമ്പാണ്. ഇരുമ്പിൻ്റെ അകത്ത് പൈപ്പ് പിടിപ്പിക്കുന്നത്. അപ്പോൾ ഈ യൂണിറ്റ് അങ്ങ് പഴുകും. അപ്പോൾ ഇതിൻ്റെ മൊത്തത്തിൽ ഇത്രയും വലുപ്പത്തിലൊരു ഇരുമ്പ് തകിടാണ് ഇത് ബാക്കി വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് പുകയുടെ ശല്യം നമുക്ക് ഫാൻസേ കേൾക്കത്തില്ല. അത് ഇതിലെ കൂടെ കയറി വരും. ഇതിലെ കൂടെ വന്നിട്ട് ഈ പൈപ്പ് വഴി നേരെ മുകളിലോട്ട് പുക പോകും. ചൂട് മാത്രം ഫാൻ വലിച്ചെടുത്തിട്ട് നേരെ ആ റബ്ബർ ബാൻഡ് ഇട്ടേക്കുന്നതിൻ്റെ അടിവശത്തൂടെ കൊടുത്ത് മുകളിൽ കൂടെ വന്ന് വീണ്ടും ഈ അടുപ്പിൻ്റെ മുകളിലോട്ട് അതുകൊണ്ട് സെറ്റ് ചെയ്ത് ആ പൈപ്പ് റിട്ടേൺ ആ ചൂട് നേരെ ഈ അടുപ്പിലോട്ട് വരിക. അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ അടുപ്പിൻ്റെ ചൂട് എപ്പോഴും നമ്മളൊരു 60 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ അവിടെ സെറ്റ് ചെയ്ത് ആ ചൂട് എപ്പോഴും നിൽക്കും. 60 ഡിഗ്രിയിലാണ് ഇപ്പം നമ്മൾ ചെയ്യുന്നത്. കാലാവസ്ഥ അനുസരിച്ച് നമുക്ക് മാറ്റങ്ങൾ വരുത്താതെ 60 ഡിഗ്രി ടെമ്പറേച്ചർ എന്നതൊരു 55 ആകുമ്പോൾ ഇവിടെ ഒരു ബ്ലോവർ പിടിപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അടിയിൽ ബ്ലോവറാണ്. അത് ഓട്ടോമാറ്റിക്കായിട്ട് 55 ആകുമ്പോഴത്തേക്കിന് ബ്ലോവർ ഓണാകും. ബ്ലോവർ ഓണാകുമ്പോൾ ഇവിടുന്ന് കാറ്റ് നേരെ മുകളിലോട്ട് അടിച്ചു. അതിനനുസരിച്ച് ഈ വിറക് വീണ്ടും കത്തും. വിറക് ഒരു ശരാശരി ഒരു 600 കിലോയ്ക്ക് ഒരു 100 കിലോ വിറക് 600 കിലോ 125 കിലോ വേണ്ടി വരും. അത് അന്തരീക്ഷം തണുത്ത് കിടക്കുന്ന വിറകിൻ്റെ അന്തരീക്ഷത്തിൽ ചൂടുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കുറവ് വരും. പണി തീർന്ന് കിടക്കുന്ന ബാൻസ് എല്ലാം കഴിഞ്ഞ ഇതിനിപ്പോൾ നമ്മൾ 60 കിലോയുടെ ബാഗാണ്. നമ്മൾ അയക്കുന്നത് കിട്ടുന്നുണ്ട്, കൽക്കട്ട അയക്കുന്നുണ്ട്, ഡൽഹി അയക്കുന്നുണ്ട്. ഇഞ്ച് കണക്ക് വരുമ്പോൾ വില വന്നു. അപ്പോൾ 230 രൂപയുടെ റബ്ബർ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു 330 രൂപ ഫാക്ടറി കിട്ടുന്നാലേ നമുക്ക് ഇതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനമുള്ളൂ. അത്രയും വിലയ്ക്ക് റബ്ബർ ബാൻഡ് വിറ്റ് പോകുന്നില്ല. പ്ലസ് GST അതെല്ലാം കൂടെ വരുമ്പോഴത്തേക്കും നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. നോമിറ്റീസ് ഉണ്ട്, വണ്ടമാണ് നോമിറ്റീസ്. അപ്പോൾ ഇവിടുന്ന് തന്നെ വടക്കേന്ത്യയിലൊക്കെ ഒരുപാട് റബ്ബർ ബാൻഡ് യൂണിറ്റുകൾ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടിപ്പോൾ ഞങ്ങളുടെയൊക്കെ കാര്യം വളരെ പ്രതിസന്ധിയിലാണ്. നമ്മൾ എടുക്കുന്നില്ല. നമുക്ക്
നമുക്ക് ഈ ലാറ്റക്സ് കളക്ഷൻ ഏജന്റുമാരുണ്ട്, അവരാണ് നമുക്ക് കൊണ്ട് തരുന്നത്. അവരുടെ ഒരു മാർജിൻ കൂടെ കൂട്ടിയാണ് അവർ നമുക്ക് പാല് തരുന്നത്. സ്വന്തമായിട്ട് റബ്ബർ കൃഷി നമ്മുടെ തോട്ടത്തിൽ കൊണ്ട് ഇടാം. പക്ഷെ അതിനെല്ലാം കുഴപ്പം എന്ന് വെച്ചാൽ തോട്ടത്തിൽ നമ്മൾ വീപ്പ് കൊണ്ട് ഇട്ടുന്നാൽ നമുക്ക് ഫാക്ടറിയിൽ അത്ര ശ്രദ്ധിക്കാൻ പറ്റാതെ. നമ്മൾ ഫാക്ടറി ശ്രദ്ധിച്ച് പണിതുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും തോട്ടത്തിൻ്റെ ഒരു വീപ്പോ വേണമെന്ന് പറയും. അത് മുന്നേ നമ്മൾ അതിന് പോകാം. പിന്നെ അതുകൊണ്ട് നമ്മൾ ഏജന്റുമാരുടെ നിന്ന് എടുക്കുക ചെയ്യുന്നത്. റേറ്റ് വെച്ചിട്ട് യാതൊരു രീതിയിൽ ഇത് മുതലാകുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു പ്രസ്ഥാനമല്ലേ, അന്നേരം നമ്മൾ നിർത്തിയിടാനും പറ്റത്തില്ല. തൊഴിലാളികൾ 8 പേര്, 8 പേര് ഞാനും കൂടെ ചേർന്നൊരു അങ്ങനെയൊന്നുമില്ല. ഗവൺമെന്റിന്റെ സബ്സിഡികളൊന്നുമില്ല. നമുക്ക് ഒന്നാമത്തെ കാര്യം GST 12%. 12% GST എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കത് വിൽക്കാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. GST ഇത് കുറേ നമ്മളൊരു 5% വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെയൊക്കെ ബിസിനസ് നടത്താനും കുറച്ച് ലാഭം കിട്ടുകയും ചെയ്യും. വില കൂടുന്ന കർഷകർക്ക് ഗുണമുണ്ട്. റബ്ബർ പാലിന് അതുപോലെ വില കർഷകർക്ക് കിട്ടും. പക്ഷേ അത്രയും വില കൊടുത്ത് ഇതിലൊരു സ്റ്റഡി മാർക്കറ്റാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഞങ്ങൾ ഒരു 150 രൂപ 200 രൂപ റബ്ബറിന് സ്ഥിരമായിട്ടൊരു വിലയാണെങ്കിൽ അതിൽ വ്യത്യാസം വരുന്നില്ല. അപ്പോൾ ഒരു 6 മാസം മുമ്പ് 130 രൂപയായിരുന്നു റബ്ബർ പാലിന്. അതായത് 200 രൂപ 100 രൂപയായി കൂടി. അപ്പോൾ 100 രൂപ കൂടുമ്പം ഞങ്ങൾ 130 രൂപയ്ക്ക് റബ്ബർ പാൽ ഉണ്ടായിരുന്ന സമയത്ത് ഒരു 140 രൂപയ്ക്കാണ് റബ്ബർ പാലിൻ്റെ ഒരു കിലോ. 230 രൂപ വില വന്നപ്പോൾ ഏകദേശം 240 രൂപയിൽ നമുക്ക് കിട്ടുന്നാലേ റബ്ബർ പാലിന് കിട്ടുന്നാലേ മുതലാകത്തുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഇതിന് കൂടിപ്പോയാൽ കിട്ടുമ്പോൾ 190 രൂപയായിരുന്നു. നഷ്ടത്തിലായി ഓടുന്നു. പിന്നെ ഫാക്ടറി നിർത്താൻ പറ്റു വരാത്ത കാരണം ചിലപ്പോൾ പകുതി ചേർന്ന് പണി കൊടുത്തത് വളരെ ചെറിയ രീതിയിൽ നാളെ നന്നായി വന്നാലോ എന്ന് കരുതി നമ്മൾ ഓടിക്കുന്നു. അവർക്ക് നല്ല വിലയ്ക്ക് വിൽക്കാൻ പറ്റും. അവർ നല്ല വിലയ്ക്കാണ് വിൽക്കുന്നത്. അവരിത് കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ഒരു 1/2 കിലോ പാക്കറ്റുകളൊക്കെ ആക്കിയിട്ടാണ് അവിടെ കൊടുക്കുന്നത്. ഇത് അവർക്ക് നല്ല ലാഭമാണ് വിൽക്കുന്ന ആൾ. മാനുഫാക്ചർക്കാണ് ഒരു ലാഭം ഇല്ലാത്തത്. പ്രധാനം ഓടിക്കാതിരിക്കാനും മേല. എന്നാൽ ഇന്നിപ്പോൾ ഒരു നഷ്ടത്തിലാണെങ്കിലും നാളെ അത് നന്നായി ഒരുപാട് യൂണിറ്റ് കോട്ടയത്ത് ഈ ഫുട്ബോൾ ദേശീയതായിരുന്നു. ഒരു 80 യൂണിറ്റ് മുകളിലുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു കൂടിപ്പോയെന്നാൽ ഒരു 6 യൂണിറ്റിന്